മാനുവൽ വണ്ടി ഓടിക്കുന്ന, അതായത് ഫോർ വീലർ ഓടിക്കുന്ന തുടക്കക്കാർക്ക് പലർക്കും ഉള്ള ഒരു സംശയമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ബ്രേക്ക് ചവിട്ടുമ്പോഴെല്ലാം ക്ലച്ചും കൂടി അമർത്തണം? ചുരുക്കത്തിൽ പറഞ്ഞാൽ വേണ്ട എന്നാണ് അതിന്റെ ഉത്തരം. വണ്ടിയുടെ വേഗത കുറയ്ക്കുന്ന ഓരോ സമയത്തും ക്ലച്ച് അമർത്തേണ്ട ആവശ്യമില്ല. ശരിയായ സമയത്ത് മാത്രം ക്ലച്ച് ഉപയോഗിക്കുന്നതാണ് നല്ല ഡ്രൈവിംഗ് രീതി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് എപ്പോഴും ക്ലച്ച് ചവിട്ടരുത് അല്ലെങ്കിൽ ക്ലച്ച് അമർത്തരുത് എന്ന് പറയുന്നത്? അതിന്റെ പ്രധാന കാരണം എഞ്ചിൻ ബ്രേക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ഗിയറിൽ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ എഞ്ചിന്റെ പ്രതിരോധം വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ സഹായിക്കും. ഇതിനെയാണ് എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ക്ലച്ച് അമർത്തിയാലോ എന്താണ് സംഭവിക്കുന്നത്? എഞ്ചിനും ചക്രങ്ങളും തമ്മിലുള്ള ബന്ധം വേർപെട്ടു പോകും. രണ്ടും തമ്മിൽ അടുപ്പിച്ച് നിർത്തുന്നതാണ് ക്ലച്ച്. അതോടെ എഞ്ചിന്റെ ഈ സഹായം നഷ്ടപ്പെടുകയും വണ്ടി സ്വതന്ത്രമായി ഉരുളുകയും ചെയ്യും, അഴിച്ചുവിട്ട കാളയെ പോലെ. വണ്ടിയുടെ നിയന്ത്രണം കുറയാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇറക്കങ്ങളിലും വളവുകളിലും ഗിയറിൽ തന്നെ വണ്ടി നിലനിർത്തുന്നത് കൂടുതൽ നിയന്ത്രണം നമുക്ക് ലഭിക്കാൻ സഹായിക്കും. ഇനി ശരിയായ രീതിയിൽ വേഗത കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് നിങ്ങളൊക്കെ ശരിയായ രീതിയിൽ വേഗത കുറയ്ക്കുന്നത്? ഒരു വണ്ടിയുടെ, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ, അതായത് വേഗത കുറയ്ക്കണമെങ്കിൽ, വെറുതെ കുറയ്ക്കണമെങ്കിൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ആവശ്യത്തിന് ബ്രേക്ക് ഉപയോഗിക്കുക, ഉടനെ ക്ലച്ച് അമർത്തേണ്ടതില്ല. അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. വേഗത വളരെ കുറഞ്ഞാൽ നിലവിലുള്ള ഗിയറിൽ വണ്ടിക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ക്ലച്ച് അമർത്തി താഴ്ന്ന ഗിയറിലേക്ക് മാറ്റാം. അതായത് ഒരു ഉദാഹരണത്തിന് 4ാമത്തെ ഗിയറിൽ നിന്ന് 3ാമത്തെ ഗിയറിലേക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. വണ്ടി പൂർണ്ണമായി നിർത്തുമ്പോൾ വേഗത വളരെ കുറഞ്ഞ് എഞ്ചിൻ ഓഫ് ആകാൻ സാധ്യതയുള്ള സമയത്ത് ക്ലച്ച് പൂർണ്ണമായി അമർത്തി വണ്ടി നിർത്താവുന്നതാണ്. അങ്ങനെയേ നിർത്താവൂ. അല്ലാതെ 4ാമത്തെ ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കും കൂടി ചവിട്ടി അങ്ങ് നിർത്തേണ്ട അടിയന്തര സാഹചര്യം വരുമ്പോൾ മാത്രമേ നിർത്താവൂ. അപ്പൊ ഞാനീ പറഞ്ഞത് മനസ്സിലായെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതട്ടെ. അപ്പോ നമസ്കാരം.